ഹല്ലേലൂയ. എല്ലാവരും വലിയ ആനന്ദത്തോടെ കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വീകരിക്കുവാനായി ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തിന്റെ തണലിൽ ആയിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷകളുടെ വെളിപ്പെടുന്ന ആത്മീയ അഭിഷേകത്തെയും അധികാരത്തെയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റുവാങ്ങുവാനുള്ള വലിയ ആഗ്രഹത്തോടെയും ഒരുക്കത്തോടെയും ഈ മണിക്കൂറുകളിൽ നമുക്ക് കർത്താവിന്റെ വചനത്തിന്റെ മുൻപിലായിരിക്കാം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം നേട്ടങ്ങളും എത്രമാത്രം അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. കർത്താവിന്റെ മഹിമയാർന്ന സാന്നിധ്യത്തിന്റെ തണലിൽ ആയിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഓരോ ദൈവിക ആലോചനകളെയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. എല്ലാ ദൈവമക്കളും സ്വർഗം പകരുന്ന ഈ അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായ ഹൃദയത്തോടെ ഈ ഈരടികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഒന്ന് പിതാവേ, ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ, അവരുടെ കുടുംബത്തെ, ജീവിത മണ്ഡലങ്ങളെ എല്ലാം അനുഗ്രഹിക്കുന്നു. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, അനോയിന്റ്. ഹല്ലേലൂയ. കർത്താവിൻ സ്നേഹത്തിൽ നിത്യം വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. നമുക്ക് ആനന്ദത്തോടേറ്റ് പറയാം, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒരു നിമിഷം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ യേശുവിന്റെ നാമത്തെ വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ നാമത്തിൽ ഈ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ ഉടനീളം ദൈവശക്തിയായി അങ്ങ് കത്തി പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കത്തി കത്തി പടരണമേ, പടരണമേ. ഫയർ, ഫയർ, ഫയർ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. എല്ലാവരും ഒന്ന് ചേർന്ന് വലിയ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കർത്താവിൽ ആനന്ദിച്ചുകൊണ്ടെന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ ഓരോ വ്യക്തികളിലേക്കും എന്നിൽ നിറയണമേ, എല്ലാ മക്കളെ അഭിഷേകം ചെയ്യണമേ. ദൈവവചനത്തിനായി, തിരുസഭയ്ക്കായി, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തോട് ചേർന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും ചേർന്ന്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകം കവിഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. എല്ലാ ജീവിതങ്ങളിലും ആത്മാവേ, ആത്മാവേ, ആത്മാവേ സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അഭിഷേകമായി പകർന്നു നൽകുന്നത് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. ദൈവമക്കളായ നമ്മുടെ ജീവിതങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ്
വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ ജനം അവർ ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകത്തോട് അനുരൂപരാകരുതെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? ഈ ലോകം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടപ്രപഞ്ചമാണോ? ഇന്ന് പലരും ഇത് തെറ്റിദ്ധരിക്കാറുണ്ട്. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തോട് അനുരൂപരാകരുത്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്നൊക്കെ വചനം പറയുമ്പോൾ പലരും അത് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ലോകം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ ഈ സൃഷ്ടപ്രപഞ്ചമല്ല. സങ്കീർത്തനം 24:1 നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയും അതിലെ സമസ്തവും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. അപ്പൊ ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ദൈവത്തിൻ്റെതാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടപ്രപഞ്ചത്തെ നമ്മൾ സ്നേഹിക്കണം. ഇവിടെ പൗലോസ് ലോകം എന്ന് പറയുന്നത് ഈ സൃഷ്ടപ്രപഞ്ചമല്ല. വീണ്ടും രണ്ടാമത്തൊരു കാര്യം, ചിലർ പറയാറുണ്ട് ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, അപ്പൊ നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കണ്ടേ? ദൈവം സ്നേഹിച്ച ലോകം ഏതാണ്? യോഹന്നാന്റെ സുവിശേഷം 3:16 പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്, ഒരുവനും നശിച്ചു പോകാതെ സകല മനുഷ്യരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിത്തം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ലോകം എന്ന് പറയുന്നത് മനുഷ്യവർഗമാണ്, മാനവ കുലത്തെയാണ്. അപ്പോൾ മനുഷ്യവർഗത്തെ നമ്മളെല്ലാം സ്നേഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇവിടെ ലോകം എന്ന് പറയുന്നത്? നമ്മൾ ശ്രദ്ധിക്കുക ദൈവമക്കളെ, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുതെന്ന് തിരുവചനത്തോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ലോകം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ വ്യവസ്ഥിതിയാണ്, ലോകത്തിന്റെ സംവിധാനങ്ങളാണ്. ഈ ലോക വ്യവസ്ഥിതിയുടെ നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ ലോകത്തിന്റെ വ്യവസ്ഥിതിയുടെ പ്രത്യേകത എന്താ? എല്ലാം കറപ്റ്റഡായി. ലോക വ്യവസ്ഥിതി ഇന്ന് ദുഷിച്ചുപോയി, എല്ലാം മലിനമാക്കിയിരിക്കുകയാണ്. സത്യത്തിനോ നീതിക്കോ വിശ്വാസത്തിനോ വിശുദ്ധിക്കോ സുവിശേഷ മൂല്യങ്ങൾക്കോ പ്രാധാന്യം കൽപ്പിക്കാതെ മ്ലേച്ഛതയിലും അരാജകത്വത്തിലും സമ്പത്തിനും അതുപോലെ തന്നെ ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലോക വ്യവസ്ഥിതിയിലാണ് ദൈവമക്കളെ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ സഭാമക്കളായ നമ്മെ നോക്കി നമ്മൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. കാരണം നമ്മൾ വിശുദ്ധിക്കായി വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. ഹല്ലേലൂയ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ഈ ലോക സംവിധാനത്തെ, ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയെ നിങ്ങൾ സ്നേഹിക്കരുത്. കാരണം ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി ഇന്ന് പിശാചിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ദൈവമക്കൾ ലോകത്തെ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ ദൈവപിതാവിന്റെ സ്നേഹം അവരിൽ ഉണ്ടായിരിക്കുകയില്ല. വീണ്ടും യാക്കോബ് അപ്പോസ്തലനിലേക്ക് നമ്മൾ വരിക. യാക്കോബിൽ എന്താ പറയുന്നത്? താൻ എഴുതിയ ലേഖനം 4:4 യാക്കോബ് അപ്പോസ്തലൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ആരെങ്കിലും ലോകത്തിന് മിത്രമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. ലോകത്തോടുള്ള സ്നേഹം, ലോകത്തോടുള്ള മോഹം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് അനേകം ദൈവമക്കളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ദുഷ്ടനായ പിശാച് ഈ ലോകത്തെ അനേകം ദൈവമക്കളുടെ ഉള്ളിൽ അങ്ങ് കൊടുത്തിരിക്കുക. ലോകത്തിന്റെ സ്വാധീനത്തിൽ, ലോകത്തിന്റെ മോഹങ്ങളിൽ, ലോകത്തിന്റെ നിറമാർന്ന പകിട്ടുകളിൽ ഇന്ന് അനേകരാകഷ്ടരായി വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക ദൈവമക്കളെ, അപ്പോസ്തലൻ പറയാണ്, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തോടുണ്ടായിരിക്കേണ്ട ദൈവമക്കളുടെ നിലപാട് ഇതായിരിക്കണം. ലോകത്തെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശു എന്താ പറഞ്ഞത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അവിടെ 18 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും.
ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ അത് എന്നെ ദ്വേഷിച്ചു കഴിഞ്ഞു. ഈ ലോകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദ്വേഷിച്ചെന്ന് വചനം പഠിപ്പിക്കുക. യേശുവിനെ വെറുത്തു. എന്തുകൊണ്ടാണ് ഈ ലോകം യേശുവിനെ വെറുത്തത്? എന്തുകൊണ്ടാണ് ലോകം യേശുവിനെ ദ്വേഷിച്ചത്? അതിന് ഒരേ കാരണമേ ഉള്ളൂ. യേശു ലോകത്തിൻ്റെതായിരുന്നില്ല. യേശു ലോകത്തിൻ്റെതായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തിന്റെ അധികാരിക്ക് എന്റെ മേൽ യാതൊരു അവകാശമില്ല, കാരണം ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തു ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ലോകം യേശുവിനെ വെറുത്തു. ലോകം യേശുവിനെ ക്രൂശിച്ചു. ലോകം യേശുവിനെ തിരസ്കരിച്ചു. വീണ്ടും യേശു പറഞ്ഞു, നിങ്ങളെയും ലോകം വെറുക്കും, കാരണം നിങ്ങൾ ലോകത്തിൻ്റെതല്ലാതിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെയും ദ്വേഷിക്കും. ഇന്ന് നമുക്കറിയാം, യേശുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി, സഭയുടെ പ്രബോധനങ്ങൾക്ക്, സുവിശേഷ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി എത്ര ദൈവമക്കളാണ് പീഡനത്തിലൂടെ കടന്നു പോകുന്നത്, നിന്ദനങ്ങളിലൂടെ കടന്നു പോകുന്നത്. കാരണം പൗലോസ്ലീഹ പറഞ്ഞു, അതേ ദൈവത്തിന്റെ ദാനങ്ങൾ സ്വീകരിക്കാൻ ലൗകിക മനുഷ്യർക്ക് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ, ദൈവാത്മാവിന്റെ ഇടപെടലുകൾ വേണ്ട വിധം മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയുകയില്ല. അതുകൊണ്ട് ലോകം ദൈവമക്കളെ എക്കാലവും പീഡിപ്പിക്കുന്നു. ഇത് യേശു തന്നെ പറഞ്ഞ സാക്ഷ്യമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ യേശുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, സത്യവിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ഈ ലോകം നമ്മെ വെറുക്കും. ഈ ലോകം നമ്മളെ പീഡിപ്പിക്കും. ഈ ലോകം നമ്മളെ പരിഹസിക്കും. ഇവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ വിശ്വാസ തീഷ്ണതയാ. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്തുവാൻ കഴിയും? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രസ്താവനയിൽ ഒന്നാണിത്. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? പ്രിയ ദൈവ പൈതലേ, ഇതുപോലെ ഞാനും നിങ്ങളും കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. അവന്റെ ഹൃദയത്തുടിപ്പുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി അവന്റെ ആലോചനകൾ, അവന്റെ ചിന്തകൾ ഗ്രഹിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുവാനാ സ്വർഗത്തിലെ ദൈവം അതിയായി ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ ദൈവാത്മ പ്രേരിതനായി വിളിച്ചു പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. വീണ്ടും അപ്പോസ്തലൻ പറയാണ്, അവനെ പ്രതി, എന്റെ യേശുവിനെ പ്രതി, അതെ ക്രിസ്തുവിനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ചിത്രം ഇവിടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഞാനും നിങ്ങളും ഉടമ്പടിയുടെ ജനമാണ്. ഓരോ ക്രൈസ്തവരും യേശു ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർക്കപ്പെട്ട ഓരോ വിശ്വാസിയും, സഭയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഓരോ ദൈവമക്കളും അവരുടെ നിലപാടിതായിരിക്കണം. എന്താ പൗലോസ്ലീഹ പറഞ്ഞത്? ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനെ പ്രതി, യേശു ക്രിസ്തുവിനെ പ്രതി ലോകം എനിക്ക്, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ചിന്തിക്കുക, പൗലോസ്ലീഹയെ ലോകം കാണുമ്പോൾ ലോകം പൗലോസിനെ നോക്കിക്കൊണ്ട് പറയും, യൂസ്ലെസ്, എനിക്ക് യാതൊരു വിധത്തിലും പ്രയോജനമില്ലാത്തവൻ. ഈ പൗലോസ് മണ്ടന, ഇവൻ എനിക്ക് യാതൊരു പ്രയോജനമില്ലാത്തവനാ. ലോകം പൗലോസിനെ കാണുമ്പോൾ വിളിച്ചു പറയും, യൂസ്ലെസ്. ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നോക്കി ഈ ലോകത്തിന് വിളിച്ചു പറയണം, എനിക്ക് ഉപകാരമില്ലാത്തവനാണ് ഇവൻ, എനിക്ക് ഉപകാരമില്ലാത്തവളാണ് ഇവൾ, ഇവൾ എനിക്ക് യൂസ്ലെസ് ആണെന്ന് ലോകത്തിന് നമ്മെ നോക്കി പറയാൻ പറ്റുമെങ്കിൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ. എന്നാൽ പൗലോസിനെ ലോകത്തെ നോക്കി എന്താ പറയാനുണ്ടായിരുന്നത്? ഇത് തന്നെയാ. ലോകം പൗലോസിനെ നോക്കി യൂസ്ലെസ് എന്ന് പറഞ്ഞുവെങ്കിൽ പൗലോസ് ലോകത്തെ നോക്കി ഇവിടെ തന്നെയാ പറഞ്ഞത്, യൂസ്ലെസ്. ഹേ ലോകമേ, ഞാൻ നിനക്ക് യൂസ്ലെസ് ആണെങ്കിൽ നീയും എനിക്ക് യൂസ്ലെസ്. കാരണം
നീ എനിക്ക് ഉപകാരമില്ലാത്തതാ, നീ എനിക്ക് ചപ്പും ചവറുമാ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഈ ലോകത്തിൽ നിന്ന് ഞാൻ എന്തെല്ലാം സ്വന്തമാക്കിയോ അതിനെ എല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ ഞാൻ ഒരു ചപ്പും ചവറുമായി കരുതി. കാരണം എന്റെ യേശു എന്തിനേക്കാളും വിലപ്പെട്ടവനായി ഞാൻ തിരിച്ചറിഞ്ഞത് കൊണ്ട് എന്റെ യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഈ ലോകത്തെയും ഈ ലോകത്തിന്റെ സകലത്തെയും ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതി. അതുകൊണ്ട് ആത്മനിറവോടെ അപ്പോസ്തലന് പറയാൻ പറ്റി, യേശുവിനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, എനിക്ക് നിങ്ങൾക്കിത് പറയാൻ പറ്റൂ? ഞാൻ ലോകത്തിന് ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെതല്ല. യേശു പറഞ്ഞതുപോലെ, അപ്പോസ്തലന്മാര് പറഞ്ഞതുപോലെ ഇന്ന് എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റുമോ? ഞാൻ ലോകത്തിൻ്റെതല്ല. യേശു പറഞ്ഞു, ഈ ലോകത്തിന് അധികാരിയായി പിശാചിന് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല, എന്റെ മേൽ യാതൊരു അധികാരവുമില്ല. ഞാനും നിങ്ങളും ഇതുപോലെ ആയിരിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെ തന്റെ പിതാവിനെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, അപ്പാ പിതാവേ, ഞാൻ ലോകത്തിൻ്റെതല്ലാതിരിക്കുന്നത് പോലെ അവരും ലോകത്തിൻ്റെതല്ല പിതാവേ, അവരും ലോകത്തിൻ്റെതല്ല പിതാവേ. എനിക്ക് ഉറപ്പുണ്ട്, യേശു ഇത് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ 30 വെള്ളിക്കാശിന് യേശു നെറ്റിക്കൊടുത്ത യൂദാസ് ഉണ്ടായിരുന്നു. ഒരു അടിച്ചളിക്കാരി പെണ്ണിന്റെ മുൻപിൽ പോലും തന്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഉണ്ടായിരുന്നു. ബലഹീനരായ ശിഷ്യന്മാരൊക്കെയായിരുന്നു അവര്. പക്ഷെ യേശു പറഞ്ഞത് അവര് ലോകത്തിൻ്റെതല്ല പിതാവേ. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? ഇത് യേശുവിന്റെ സ്വപ്നമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന, അവന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന, അവന്റെ സഭയിൽ അംഗങ്ങളായി തീർന്നിരിക്കുന്ന, അവനെ പിന്തുടരുന്ന ഓരോ വിശ്വാസിയും ഈ ലോകത്തിൻ്റെതാകരുത് എന്നുള്ള കർത്താവിന്റെ വലിയ സ്വപ്നമാണ് ആ പ്രാർത്ഥനയിലൂടെ യേശു ലോകത്തിന് വെളിപ്പെടുത്തിയത്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെതല്ല. നമ്മൾ യേശു ക്രിസ്തുവിനുള്ളവരാണ്. നമ്മൾ ക്രിസ്തുവിന് മാത്രമുള്ളവരാണ്. ഫോർ ജീസസ്, ഓൺലി ഫോർ ജീസസ്. യേശുവിന് വേണ്ടി, അവന്റെ സഭയ്ക്ക് വേണ്ടി, വിശ്വാസ മൂല്യങ്ങൾക്ക് വേണ്ടി, സുവിശേഷ ദർശനങ്ങൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ നമ്മൾ നിലകൊള്ളണം. സെപ്പറേഷൻ ഫ്രം ദ വേൾഡ്. ഈ ലോകത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന്റെ സകല ഇമ്പങ്ങളിൽ നിന്നും എനിക്കും നിങ്ങൾക്കും ഒരു സെപ്പറേഷൻ ആവശ്യമാണ്, ഒരു വേർപാട് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ ഒളിച്ചോടുകയല്ല, ഉത്തരവാദിത്തങ്ങളിൽ ഒളിച്ചോടുകയല്ല. ഈ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാം, ഇതന്നെ ഈ പറയണത്, ഇതൊരു ഒളിച്ചോട്ടമല്ലേ? ഈ ലോകത്തിൽ നിന്നും, ഈ ലോകം നൽകുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ലേ? ഇത് ഒളിച്ചോട്ടമല്ല മക്കളെ, ഇത് ഒളിച്ചോട്ടമല്ല. ഇത് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ജീവിക്കുക. നമുക്കറിയാം, മണ്ണെണ്ണയും വെള്ളവും, വെള്ളത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അത് ഒരിക്കലും ഇടകലരുകയില്ല, അത് മിക്സ് ചെയ്ത് പോവുകയില്ല. വെള്ളവും മണ്ണെണ്ണയും അത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. ഇതുപോലെ നമ്മുടെ കർത്താവ് നമ്മൾ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ മിക്സ് ചെയ്ത് പോവാനല്ല. അവന്റെ ജനമായ, അവന്റെ സഭയായ നമ്മൾ ഈ ലോകത്തിൽ ഇടകലർന്ന് ലൗകികരായി ജീവിക്കാനല്ല. പിന്നെ എന്തിനാ കർത്താവ് ഈ ലോകത്തിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്? സഹോദര, കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താ? പ്രിയ സഹോദരി, ദൈവം നമ്മൾ ഏൽപ്പിച്ച ദൗത്യം എന്താ? നമ്മളിങ്ങനെ ഒഴുക്കിനൊപ്പം പോവാനാണോ? അത് നമ്മളിങ്ങനെ ജീവിച്ചു പോവാനാണോ? ഇങ്ങനെ പോയാ മതിയോ? നമുക്കൊരു മാറ്റം വേണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറ. നമുക്കൊരു മാറ്റം വേണ്ടേ? ഈ കാലത്തിനും ലോകത്തിന് ഗതിക്കനുസരിച്ച് ചത്ത മീനെ പോലെ, വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ചത്ത മീനെ പോലെ ഇന്ന് അനേകര് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെല്ലാം കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ദുഷിച്ച ഈ തലമുറയിൽ നമ്മുടെ കർത്താവിന്റെ മഹത്വമായി ഓരോ ദൈവമക്കളും പ്രകാശിക്കുവാൻ. അങ്ങനെ ലോകം യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവിന്റെ മഹത്വം കാണുവാനാണ് ദൈവം ഈ നാളുകളിൽ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, പൗലോസിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാ. ദൈവമക്കളായ നമ്മൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്, മറിച്ച് ഈ ലോകത്തിൽ കുറ്റമറ്റ ദൈവമക്കളായി നമ്മുടെ കർത്താവിന്റെ മഹത്വമായി നമ്മൾ പ്രകാശിക്കുക. ഈ ഒരു അഭിഷേകം
നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും കവിഞ്ഞൊഴുകപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ നാളുകളിൽ ഇതുപോലെയുള്ള ദൈവമക്കൾ എഴുന്നേൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദൈവപിതാവേ നന്ദി, ദൈവകുമാര നന്ദി, ദൈവാത്മരൂപാ നന്ദി, പ്രിയനാഥ നന്ദി. പരിശുദ്ധരിൽ പരിശുദ്ധനായ നമ്മുടെ ദൈവം, ഉണ്ടാകേണ്ടതിനൊറ്റ വാക്കുകൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയവനായ ദൈവം ഇതാ തന്നെ ശൂന്യനാക്കി തിരുവോസ്തി രൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ദൈവത്തിന്റെ ജനം ഈ ലോകത്തോട് അനുരൂപരാകരുത്. നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിരിക്കുന്ന എല്ലാ ലോകമോഹങ്ങളിൽ നിന്നും, എല്ലാ ജഡീകതകളിൽ നിന്നും, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്നും ഒരു യഥാർത്ഥമായ വിടുതൽ ലഭ്യമാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, യേശു ഈ സ്വാതന്ത്ര്യം നൽകുവാൻ തയ്യാറാണ്. യേശു പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ യാതൊരവും നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സ്വാതന്ത്ര്യം എന്റെ ജീവിതത്തിലേക്ക് പകരണമേ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധിയോടെ വളരുവാൻ എന്നെ അവിടെ അഭിഷേകം ചെയ്യണമേ. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ദൈവം വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവമാണ്. അവന് അശുദ്ധിയുമായി യാതൊരു ബന്ധവുമില്ല. അതിനാൽ ദൈവമക്കൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിനുവേണ്ടി ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ ജഡമോഹങ്ങളും കത്തി ചാമ്പലാകട്ടെ, എല്ലാ അശുദ്ധികളും കത്തി ചാമ്പലാകട്ടെ. ഒരു നിമിഷം പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവായി നമ്മളിൽ കത്തി കത്തി പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ജഡത്തിന്റെ മോഹങ്ങള്, പാപത്തിന്റെ ബന്ധനങ്ങള്, അശുദ്ധിയുടെ കറകള്, അനീതിയുടെ കറകള്, എല്ലാ പാപത്തിന്റെ കറകളെയും അങ്ങ് കത്തി ചാമ്പലാക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ. കരമുയർത്തി യേശുവിനെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ അഗ്നിയായി പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. ഓരോ കുടുംബങ്ങളെയും, സഭാ സമൂഹങ്ങളെയും, വ്യക്തി ജീവിതങ്ങളെയും, കുഞ്ഞുമക്കളെയും, യുവജനങ്ങളെയും, എല്ലാ ദമ്പതികളെയും അങ്ങ് അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗത്തിൻ ശക്തിമേ നിൻ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേ നിൻ ലോകമോഹങ്ങളിൽ നിന്ന് യഥാർത്ഥ വേർപാട് സ്വീകരിച്ച് യഥാർത്ഥ ദൈവ പൈതലായി, യഥാർത്ഥ ഉടമ്പടി പൈതലായി വളർന്നു വരുവാൻ എന്നെ കരം വെച്ച് അഭിഷേകം ചെയ്യണമേ. കരം വെച്ച് അഭിഷേകം ചെയ്യണമേ. ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.